അസർ നിസ്കാരത്തിന് ശേഷം എന്റെ ഡ്യൂട്ടി തുടങ്ങി. മറ്റൊന്നുമല്ല, കഫീലിന്റെ വീട്ടുകാർക്കും എനിക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യണം. ഇത് കമീസ് റിയാദ് റോട്ടിലെ വെള്ള ടാങ്ക്, ഇത് ഇവിടുത്തെ ലാൻഡ്മാർക്കാണ്. ഇത് നോക്കി നിന്ന് നമ്മളെ പരിപാടി നടക്കൂല. നമുക്ക് 10 കിലോമീറ്റർ അപ്പുറം പോയിട്ട് വേണം 3 രൂപന്റെ ഫൂള് വാങ്ങാൻ. അടുത്തുനിന്ന് ഫൂള് കിട്ടാഞ്ഞിട്ടാണോന്ന് ആരും ചോദിക്കണ്ട. കഫീലിൽ ഇവിടുത്തെ ഫൂളെ പറ്റുള്ളൂ. എന്ത് ചെയ്യാനാണ്? ഇതാണ് ആ പാകിസ്ഥാന്റെ ഫൂലിന്റെ കട. ഫൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഗൾഫിൽ വന്നവർക്ക് അറിയുള്ളൂ. കടന്റെ പേരെന്നെ ഫൂൾ ഓ ഗിലാബ എന്നാണ്. എന്തല്ലേ. ഏതായാലും ഞാൻ പാത്രം എടുത്തുകൊണ്ട് കടയിലേക്ക് പോയപ്പോഴാണ് അവിടെ ഭയങ്കര കുറച്ചും കൂടി വൈകിരുന്നെങ്കിൽ ഇതിനെക്കാട്ടും വലിയ തിരക്കാവും. എന്റെ ഊഴ എത്തിയപ്പോൾ പച്ചക്കാക്ക എനിക്ക് സാധനം എടുത്തു തരും. സാധനം കിട്ടിയപ്പോൾ അവിടെ ഉള്ളവരോട് മാസ്ലാമയും പറഞ്ഞു ഞാൻ നേരെ വണ്ടിയിലേക്ക് പോയി. നമ്മളിപ്പോ ഈ സാധനം വാങ്ങുന്നത് എന്റെ വീടിന്റെ അവിടുന്ന് ഇടത് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ ഇപ്പുറത്താണ്. ഇനി മറ്റൊരു സാധനം വാങ്ങാൻ പോകാനുള്ളത് എന്റെ വീടിന്റെ അവിടുന്ന് വലത് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ അപ്പുറത്താണ്. എന്ത് ചെയ്യാനാണ്? ഇവിടെ എല്ലാം ആദ്യം ഇടത്തോട്ടാണ്. പണ്ട് സലീം കുമാർ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഏതായാലും ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഹോട്ടലിനുള്ളിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് വാങ്ങാനുള്ളത് മുഗലുകളും കിബ്ദയുമാണ്. ഇതെന്താണ് സാധനം എന്ന് ആലോചിക്കേണ്ട. ആടിന്റെ ഇറച്ചിയും ലിവറും ഷുക്ഷൂക്ക പോലെ ചിക്കി പരത്തിയ റൈറ്റ്. എനിക്കുള്ള സാധനം റെഡിയാക്കുന്ന തിരക്കിലാണ് യമനിക്കാക്ക. ഇവിടുത്തെ സാധനം വേഗം സെറ്റായി. മാഷാ അല്ലാ. ഞാൻ അവരോടും സലാം പറഞ്ഞ് നേരെ വണ്ടിയിലേക്ക് വീണു. വണ്ടിന്റെ ഡോർ തുറന്ന് സാധനം ഉള്ളിൽ വെച്ചപ്പോഴാണ് ഞാൻ മറ്റൊരു സംഭവം ഓർത്തത്. മുതലാളിച്ചക്കൻ ഒരു ഷവർമ വാങ്ങാൻ പറഞ്ഞിരുന്നു. ഞാൻ നേരെ ഷവർമ കടയിലേക്ക് 100-ൽ വെച്ചൊരു പിടുത്തം പിടിച്ചു. ഇതെല്ലാം സെറ്റ് ചെയ്ത് വീട്ടിലെത്തുമ്പോഴത്തേന് നോമ്പ് തുറക്കാനുള്ള സമയം. ചെക്കൻക്കുള്ള ഷവർമയും വാങ്ങി ഞാൻ തിരിച്ചു പോകുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഈ വലിയ പെട്രോൾ പമ്പിന്റെ അടുത്ത് ഒരുപാട് ബംഗാളികൾ റോഡ് സൈഡിൽ തന്നെ നിരന്നു നിൽക്കുന്നത് കണ്ട്. മറ്റൊന്നുമല്ല, നോമ്പ് തുറക്കാനുള്ള ഫുഡ് ആരെങ്കിലും കൊടുത്തു തരുമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഈ പാവങ്ങൾ ഇങ്ങനെ കാത്തു കിട്ടി നിൽക്കുന്നത്. പോക്കറ്റിലൂടെ പിടിച്ചു ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് വീട്ടിലെത്തണം. ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊടുത്തിട്ട് എനിക്ക് തമീസ് വാങ്ങാൻ പോകാനുള്ളത്. ഇതെന്റെ വീടിന്റെ അടുത്തുള്ള സ്മാർട്ട് നഴ്സറിയാണ് കേട്ടോ. എല്ലാം തീർത്ത് ഓടിക്കതിച്ചെത്തിയപ്പോൾ തെമീസ് കടയിലും തിരക്കാണ്. ബാങ്ക് കൊടുക്കാൻ ഇനി 10 മിനിറ്റ്. ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞ് തെമീസുമായി ഞാൻ വീട്ടിലെത്തുമോ എന്നുള്ള സംശയമായി. ഏതായാലും 2 തെമീസ് ചോദിച്ചപ്പോൾ 1.5 തെമീസാണ് കിട്ടിയതായി ഉള്ളതെറ്റ് വീട്ടിലേക്ക്. സാധനങ്ങളൊക്കെ വീട്ടിൽ കൊടുത്തു. എന്റെ വിഹിതത്തിന് വേണ്ടി ഞാൻ കാത്തു നിന്നു. ഒടുവിൽ എന്റെ വിഹിതവും കിട്ടി. അതുമായി ഞാൻ റൂമിലേക്ക്. ബാങ്ക് കൊടുക്കാൻ കുറച്ച് മിനിറ്റുകൾ മാത്രം ബാക്കി. അതിന് മുന്നേ ഒരു ചായ ഉണ്ടാക്കാമെന്ന് കരുതി. ചായയൊക്കെ ഫുൾ സെറ്റാക്കി വന്നപ്പോത്തിന് പള്ളിക്ക് ബാങ്കുലി മുഴങ്ങി. ഒന്നും നോക്കിയില്ല. ഈത്തപ്പഴത്തെ അണ്ണാക്ക് രറ്റ എന്നിട്ട് ഞം ശവിച്ചുകൊണ്ട് നോമ്പാണ് മുറിച്ചു. കൂടെ ഒരു ഗ്ലാസ് വെള്ളവും. അള്ളാഹുമ്മ ലക സുംതു വലാ റിസ്കക അഫ്തർതു. നോമ്പ് തുറക്കുമ്പോൾ മെയിനായിട്ട് ആവശ്യമുള്ളത് വെള്ളമാണ്. അതിന്റെ കൂടെ ഒരു സമൂസയും കുറച്ച് പത്താത്തസൊക്കെ തിന്നാണ്ട് അതിന്റെ മേലെ വിംറ്റോണ്ട് കുടിച്ചാണ്ട് റാഹത്തായി. ഇതാണ് മുഗൽഗലി. ഇതൊക്കെയാണ് എന്റെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ. ഇതൊക്കെ നിസ്കാരത്തിന് ശേഷം ഞാൻ കഴിക്കുള്ളൂ. അതിനും ഒരു കട്ടൻ ചായ കുടിച്ചാണ്ട് റാഹത്തായി. ഒഴിവൊക്കെ എടുത്ത് മഗ്‌രിബ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് പള്ളിയിലേക്ക് പോകും. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ഒരു നോമ്പ് കൂടി നോൽക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ഇനി ഇത്തിരി നേരം ഞാൻ റബ്ബുമായി സംസാരിക്കട്ടെ. അതുവരേക്കും അസ്സലാം.